ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ഡെയിലി വ്ളോഗാട്ടോ. അതായത് ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ ആദ്യമായിട്ടാണ് യു കെയിൽ വന്നതിന് ശേഷം യു കെയിലെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റു. അതിൻ്റെ പുറകെ തന്നെ ഡേവിനെ എഴുന്നേറ്റു കേട്ടോ. പല്ലൊക്കെ തേച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് രാവിലെ തന്നെ ചായ കുടിക്കണമെന്ന് നിർബന്ധമാണ്. എപ്പോഴും എനിക്ക് അതെന്താണെന്നറിയില്ല, ചെറുപ്പം തൊട്ട് എൻ്റെ ശീലമാണ്. ഒരു കട്ടൻ കാപ്പിയിൽ എനിക്ക് കുടിച്ചേ പറ്റൂ എഴുന്നേക്കണ വഴി. അതും നല്ല ചൂടോടുകൂടി വേണം. അങ്ങനെ കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചു. ഞാൻ അടുക്കളയിൽ ചായക്ക് ഉള്ള സാധനങ്ങളൊക്കെ വെച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമായിരുന്നു. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും സാമ്പാറായിരുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാ അടുക്കള ഫുൾ അലവലാതി പിടിച്ചിട്ടു കേട്ടോ. എനിക്കിങ്ങനെ ഒരുമിച്ച് പാത്രം കഴുകണതാണ് ഇഷ്ടം. പാത്രമാണെങ്കിലും എന്ത് പണിയാലും ഒരുമിച്ച് തീർക്കണതാണ് ഇഷ്ടം. ഇങ്ങനെ ഇച്ചിരി ആയിട്ട് തീർക്കണത് എനിക്ക് ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ ഒരുമിച്ചാണ് എല്ലാ പാത്രങ്ങളും എല്ലാ പരിപാടികളും ചെയ്യാറ്. അപ്പം നമ്മൾ രാവിലെ തന്നെ എനിക്ക് എല്ലാ പണിയും തീർത്തില്ലെങ്കിൽ എനിക്ക് ഭയങ്കര മടിയാണ് പിന്നെ പണി ചെയ്യാൻ. അപ്പോൾ പണിയെല്ലാം തീർത്ത് രാവിലെ തുണി അലക്കാനുള്ളതൊക്കെ തുണി അലക്കി, പാത്രം കഴുകാനുള്ളതെല്ലാം പാത്രം കഴുകി. നമുക്കിവിടെ വേസ്റ്റ് എമിറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ആഴ്ചയിൽ ഒരു ദിവസം ഇവിടെ വേസ്റ്റ് എടുക്കാൻ വരും. അപ്പോൾ നമുക്ക് ഒരാഴ്ച ഫുഡ് വേസ്റ്റ് എടുക്കാനാണെങ്കിൽ പിറ്റത്തെ ആഴ്ച റീസൈക്ലിങ്ങിനാണ്. അപ്പോൾ 2 ബോക്സ് നമുക്കിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി കെട്ടി നമ്മൾ ആ ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ അവർ വന്ന് എടുത്തിട്ട് പോകും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വേസ്റ്റൊക്കെ സെപ്പറേറ്റ് ആക്കി എല്ലാം ചെയ്യാനുള്ളതെല്ലാം ചെയ്ത് സെപ്പറേറ്റ് ആക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് വേസ്റ്റ് കൊണ്ടുവരാനുള്ള ബോക്സിലൊക്കെ ഇട്ടു. നമ്മളത് കഴിഞ്ഞ് അടുക്കള ക്ലീൻ ചെയ്യണം. അതിന് മുമ്പ് ലഞ്ച് പ്രിപ്പയർ ചെയ്യണമായിരുന്നു. അപ്പോൾ ലഞ്ചിനുള്ള പ്രിപ്പറേഷനൊക്കെ ചെയ്തു. ലഞ്ചിന് അന്ന് എന്തോ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങൾ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കറികളൊന്നും വലിയ കാര്യമായിട്ട് എനിക്ക് വെക്കാനുണ്ടായില്ല. അത് കഴിഞ്ഞ് ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്തു, ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തു, പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു. അത് കഴിഞ്ഞ് ക്ലീൻ ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് തുണിയൊക്കെ അലക്കി. അപ്പോഴത്തേക്കും തുണി അലക്കെല്ലാം ഒരുവിധം ഒതുക്കി. മെഷീന് സൈൻ തന്നു നമുക്ക് തുണിയൊക്കെ അലക്കി കഴിഞ്ഞു എന്നുള്ളതിൽ. അപ്പോഴത്തേക്കും ഞാൻ അടുക്കളയൊക്കെ എല്ലാം ഒതുക്കി പറക്കണം. കാരണം ജിജുവിന് ഇഷ്ടമല്ല കേട്ടോ അടുക്കളയിൽ നിന്നല്ല, ജിജുവിനെല്ലാം ഇങ്ങനെ ഒതുക്കി പറക്കി ഇങ്ങനെ വെക്കണം. എൻ്റെ സ്വഭാവം നേരെ തിരിച്ചാണ്. ഞങ്ങൾ തമ്മിൽ ഒരു സ്വഭാവത്തിനും സെയിം. ഒരു സ്വഭാവം ഞങ്ങൾ തമ്മിൽ ഒരേപോലെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഷോപ്പിംഗ് അങ്ങനെ ഇപ്പം കുറേ ചെന്ന് വലിച്ചു വരുന്ന ഇഷ്ടമല്ല. ചെല്ലുക, സാധനം എടുക്കുക, പോരുക, അങ്ങനെ ഒരു അത് മാത്രമാണ് ഞങ്ങൾ രണ്ടുപേരും സെയിം ആയിട്ടുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം ഞങ്ങൾ രണ്ടുപേരും ഓപ്പോസിറ്റ് സ്വഭാവമാണ്. അങ്ങനെ തുണിയെല്ലാം അലക്കിയിട്ടത് വിടർത്തിയിടാൻ വേണ്ടി നമ്മുടെ വീടിൻ്റെ പുറത്തൊരു ചെറിയ സ്ഥലമുണ്ട് കേട്ടോ. നീണ്ടു കിടക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ പുല്ലൊക്കെ ഇപ്പം വീഡിയോ എടുക്കുന്ന സമയത്ത് അവിടെ പുല്ലായിരുന്നു. അപ്പോൾ ഇപ്പം അത് പുല്ലൊക്കെ വെട്ടി ഇപ്പോൾ സെറ്റപ്പ് ആക്കിയിട്ടു. അപ്പനും മക്കളും കൂടെ അതൊക്കെ സെറ്റപ്പ് ആക്കി എടുത്തു. പിന്നെ തുണിയൊക്കെ വിരിച്ചിട്ടു. ഞാനിങ്ങനെ വേഴാമ്പൽ വെള്ളം മഴ എന്തോ കാത്തിക്കുന്നു പറഞ്ഞിട്ടില്ല. അതുപോലെയാണ് ഞാൻ ഇവിടെ വെയിൽ വന്നെ നോക്കി നിൽക്കണം. കാരണം ഇവിടെ ഇവിടുത്തെ കാലാവസ്ഥ നമുക്ക് പ്രവചിക്കാനേ പറ്റില്ല. ഇന്ന് വെയിലാണെങ്കിൽ നാളെ മഴയാണെങ്കിൽ നാളെ ഇനി വെയിൽ. അങ്ങനത്തെ ഒരു കാലാവസ്ഥ, ഒരു വൃത്തികെട്ട കാലാവസ്ഥയായിട്ട് എനിക്ക് ചില സമയത്ത് എനിക്ക് തോന്നി എന്ത് കാര്യത്തിനാണ് ഞാൻ യു കെക്ക് വന്നത് എന്നൊക്കെ തോന്നാറുണ്ട് കേട്ടോ ഇടയ്ക്ക്. അങ്ങനെ ഇന്നത്തെ ഇതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒരുമിച്ചിരുന്നിട്ട് കഴിക്കുള്ളൂ. കാരണം അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നിർബന്ധമാണ്. ഒരുമിച്ച് ഇവിടെ ഉള്ള സമയത്ത് ഒരുമിച്ചിരുന്ന് കഴിക്കണം എന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നിർബന്ധമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ വിശേഷങ്ങളും നമ്മുടെ ഡ്യൂട്ടി സ്ഥലത്തെ വിശേഷങ്ങളും നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളും നാട്ടിലെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ ഷെയർ ചെയ്യണത് ആ സമയത്താണ്. അങ്ങനെ ഞങ്ങൾ രാവിലത്തെ പണികളെല്ലാം തീർത്ത് ഞാൻ ലഞ്ചിനുള്ള പരിപാടികളെല്ലാം ചെയ്തു. അടുക്കളയെല്ലാം ക്ലീനാക്കി വൃത്തിയാക്കി. അത് കഴിഞ്ഞപ്പോൾ ജിജു ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് എന്നോട് പറഞ്ഞു നമുക്കൊന്നും ചുമ്മാ പിള്ളേരെയും കൊണ്ടൊന്ന് പുറത്തൊക്കെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് രാവിലെ എല്ലാ പണിയും വേഗം തീർക്കണമായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പം ഞങ്ങൾക്കിവിടെ 2 ബെഡ്റൂമാണ്. അപ്പോൾ അതിലൊരു ബെഡ്റൂമിൽ ഞങ്ങൾ 4 പേരോടെ കിടക്കുന്ന ബെഡ്റൂമാണ്. പിന്നത്തെ റൂമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് റൂം. അപ്പോൾ നമുക്കൊരു കുഞ്ഞ് റൂമായതുകൊണ്ട് അങ്ങനെ വലിയ സൗകര്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ അതിലാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യണത്. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പെട്ടികൾ, ഞങ്ങളുടെ ഡ്രസ്സുകൾ, ഞങ്ങളുടെ എല്ലാ സാധനങ്ങളും അതിൻ്റെ ഉള്ളിലാണ് വെച്ചേക്കണേ. അതിലൊരു കുഞ്ഞ് സ്പേസ് ഉണ്ടാക്കിയിട്ടാട്ടോ ഞാൻ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ അടുക്കളയൊക്കെ വൃത്തിയാക്കി. അങ്ങനെ ആ റൂമൊന്നും അറേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ ആ റൂമൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോസിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ബായ്.